എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ തടസ്സം എന്ന് പറയുന്നത് പൈശാചികമായ തടസ്സമാണ്. രണ്ടാമത്തെ തടസ്സം മാനുഷികമായ തടസ്സങ്ങളാണ്. ഈ രണ്ട് തടസ്സങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് അതിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവവചനത്തിൽ നിന്നും കുറച്ച് നാളുകളായി ആത്മിക ശുശ്രൂഷയിൽ ദൈവം തന്ന അനുഭവങ്ങളിൽ നിന്നും നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് പല വീടുകളിൽ, കുടുംബങ്ങളിൽ എത്രയോ പ്രായം കഴിഞ്ഞിട്ട് ഒന്നിലധികം ആളുകൾക്ക് അവരെത്ര പരിശ്രമിച്ചിട്ടും അവർക്ക് വിവാഹം നടക്കുന്നില്ല. എല്ലാം അടുത്തു വരും, പിന്നെ അത് മാറും. ചിലരൊക്കെ ദൈവാലോചന കേട്ടിരിക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ നടക്കും, 1 കൊല്ലത്തിനുള്ളിൽ നടക്കും, കൊല്ലം 2 ഒന്നും നടക്കുന്നില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മളത് ഡീറ്റെയിൽഡായിട്ട് ചില അനുഭവങ്ങളിൽ നിന്ന് നമ്മളൊന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ തടസ്സമെന്ന് പറയുന്നത് പൈശാചികമായ തടസ്സങ്ങളാണ്. പൈശാചികമായ തടസ്സങ്ങൾ എന്ന് പറയുമ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നത്? വിവാഹം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കളിയല്ല. ഒന്നാമത് നമ്മൾ വളരെ സൂക്ഷിച്ചും പ്രാർത്ഥിച്ചും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണത്. കാരണം 4 ദിവസം കഴിയുമ്പോൾ ഉടുപ്പ് ഊരിക്കളയുന്നത് പോലെ ഊരിക്കളയാൻ പറ്റുന്ന ഒന്നുമല്ല. ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മുടെ സുഖവും നമ്മുടെ ദുഃഖവും എല്ലാം നിർണ്ണയിക്കുന്നത് കുടുംബജീവിതമാണ്. അതുകൊണ്ട് ദൈവഹിതപ്രകാരമുള്ള ഒരു പങ്കാളിയല്ല നമ്മളോടൊപ്പം ഉള്ളതെങ്കിൽ നമ്മൾ ജീവിതകാലം മൊത്തം അതൊരു ബാധ്യത പോലെ മാറും. എന്നാൽ ദൈവം നമുക്ക് തരുന്നൊരു തുണയാണ്, അല്ലെങ്കിൽ കൂട്ടാളിയാണ് നമുക്കുള്ളതെങ്കിൽ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വർഗീയമായ അനുഭവങ്ങൾ ഉള്ളതായിരിക്കും. അതുപോലെ ദൈവത്തിൻ്റെ കരുണയും കരുതലും എല്ലാം അനുഭവിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ദൈവവും ആഗ്രഹിക്കുന്നത് ദൈവത്തിലെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. പൈശാചികമായ ഈ തടസ്സങ്ങൾ ഉണ്ടെന്ന് പറയാനായിട്ടുള്ള കാരണങ്ങൾ ഞാൻ ചില അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുറച്ച് 10-18 വർഷത്തിലധികമായി കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുകയും കുറച്ചധികം ആളുകളുടെ ഒരു പാസ്റ്ററായിട്ട് ഇരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ദൈവം തന്ന ചില അനുഭവങ്ങൾ ഇതിനോട് ചേർത്ത് ഞാൻ പറയുകയാണ്. ഈ അനുഭവങ്ങൾ പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടെന്നും ആരെങ്കിലുമൊക്കെ ഒന്ന് വിടുവിക്കപ്പെടുന്നെങ്കിൽ അവരൊന്ന് വിടുവിക്കപ്പെടട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ശരിക്കും ദൈവവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പം ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല. ദൈവം കുടുംബത്തെ വിലമതിക്കുന്നുണ്ട്. ഒരു ആത്മീക കുടുംബത്തെ ദൈവം പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. കാരണം വേദപുസ്തകത്തിൽ കുടുംബം എന്ന് പറയുന്നത് അത്രയ്ക്ക് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ ഇല്ലാതാക്കാൻ പിശാചും ആവുന്നത് പരിശ്രമിക്കും. കാരണം നല്ല കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ടാകും. ആ കുടുംബം ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളായി മാറും. ആ കുടുംബങ്ങളിൽ നിന്ന് നല്ല തലമുറകൾ പുറത്തേക്ക് വരും. അവർ നാളുകളിൽ ദൈവത്തിനവർ പ്രയോജനപ്പെടുന്നവരായി തീരും എന്ന് മനസ്സിലാക്കിയ പിശാചും നല്ല പരിധിവരെ ഇതിനെ അങ്ങനെ ഒരു കുടുംബജീവിതം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പല കാര്യമാണ്. അത് നടക്കാതെ ഇരുന്നാൽ ദൈവനാമം അപമാനിക്കപ്പെടും. പ്രാർത്ഥിക്കുന്നവരായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കും. അതൊക്കെയാണല്ലോ ആവശ്യം. അപ്പോൾ മറ്റുള്ളവർ പിന്നീട് ദൈവത്തെ പോലും വിരൽ ചൂണ്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പം അതൊക്കെയാണ് പൈശാചികമായ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം എന്താണ് സത്യത്തിൽ ഈ കുടുംബജീവിതത്തിലേക്കുള്ള ഒന്നാമത്തെ തടസ്സമായിട്ട് പറയുന്ന പൈശാചികമായ തടസ്സങ്ങൾ? എനിക്കറിയാം ഈ ദൈവവചനം കേൾക്കുന്നത് ഒരു കാറ്റഗറിയിലുള്ള ആളുകളല്ല. അതായത് ഇപ്പം നമ്മളൊരു ചർച്ചിൻ്റെ അകത്ത് നമ്മൾ പ്രസംഗിച്ചാൽ ചർച്ചിലുള്ള ആളുകൾ മാത്രമേ കേൾക്കത്തുള്ളൂ. പക്ഷെ ഇത് എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയാണ്. അക്രൈസ്തവരായ ആളുകൾ പോലും ദൈവവചനം കേൾക്കുന്നുണ്ട്. പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ബൈബിൾ ഇപ്പോൾ വായിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, പോട്ടെ. അതൊക്കെ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം എല്ലാവർക്കും കൂടെ മനസ്സിലാകത്തക്ക നിലയിൽ ഈ ഒരു മെസ്സേജിനെ ഒന്ന് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്.
കാരണം ഇങ്ങനെയൊക്കെയുള്ള ദൈവവചന ശുശ്രൂഷ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ തരത്തിലുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണത് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിലും പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനായിട്ടുണ്ടല്ലോ. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ചില കുടുംബങ്ങളെ നമ്മൾ എടുത്താൽ ആ കുടുംബങ്ങളിൽ അവരുടെ ഫാമിലിയിൽ, അതായത് ഇപ്പം ഒരാൾ പല സാഹചര്യങ്ങളിൽ കല്യാണം കഴിക്കാതിരിക്കുമല്ലോ, നമുക്കറിയാം. പല സാഹചര്യങ്ങളിൽ, അതായത് സാമ്പത്തികമായ ഭദ്രതയില്ലാത്തത് കൊണ്ട് കല്യാണം നടക്കാത്ത ആളുകളുണ്ട്. സാമ്പത്തിക ഭദ്രതയില്ലാത്തത് കൊണ്ട് അതൊരു തടസ്സമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന് അതൊന്നും വിഷയമല്ല. കാരണം ദൈവം സർവശക്തനായ ദൈവമാണ്. ഞങ്ങളൊക്കെ ഉന്നതമായ കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി പിന്നീട് കർത്താവിനെ കണ്ടെത്തി പൂജ്യത്തിൽ നിന്ന് കയറി വന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു, സാമ്പത്തികമായ ഭദ്രതയൊന്നും അതിൻ്റെ അകത്തൊരു കാര്യമില്ല. 500 രൂപയും കൊണ്ട് കല്യാണം കഴിച്ച ആളെ എനിക്കറിയാം. 500 രൂപ കൈ വെച്ച് കല്യാണം കഴിച്ച ആളെ എനിക്കറിയാം. ഇന്ന് നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം ഇതൊരു വിഷയമല്ല. എന്നാൽ ഇതൊരു വിഷയവുമാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ എല്ലാ സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ട് ഒരു കുടുംബത്തിൽ പലരും വിവാഹം കഴിക്കാതെ നിൽക്കുന്നു. സഹോദരങ്ങളുടെ മക്കൾ, ഒരു വീട്ടിലെ തന്നെ, ഒരു കുടുംബത്തിലെ തന്നെ 2-3 പേര്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, സോഷ്യൽ സ്റ്റാറ്റസ്, നല്ല സാമൂഹിക സ്ഥിതിയിൽ ജീവിച്ചിട്ടും അതൊക്കെ നടക്കാത്തവരായ ആളുകളുണ്ട്. അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് പരമ്പരാഗതമായ ശാപമാണ്. പാരമ്പര്യ ശാപങ്ങൾ. പാരമ്പര്യ ശാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പൈശാചികമായ ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർ യഥാർത്ഥമായ ഒരു ദൈവിക വിടുതലുകളിലേക്ക് വരണമെങ്കിൽ പണം കൊണ്ടോ പാസ്റ്റർമാരെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒന്നും നടക്കത്തില്ല. വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ചിലർക്ക് സങ്കടം ഉണ്ടാകും. സത്യാവസ്ഥ ഞാൻ പറയാം. യഥാർത്ഥമായി നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ ആത്മീക ആരാധന ഉയർന്ന് കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വന്ന്, ആ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ വന്ന്, ആ ഒരു രീതിയിൽ ഈ വിഷയത്തിൻ്റെ കാരണം കണ്ടുപിടിച്ച് അവിടെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കണം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ധാരാളം അനുഭവങ്ങളിൽ നിന്ന് ആണ് ഞാനിത് പറയുന്നത്. രണ്ടാമത്തേത്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ കേട്ടിട്ടും ഇത് നടക്കാത്തവരായ ആളുകളുണ്ട്. അതായത് വിവാഹം നടക്കാത്തവരായ ആളുകളുണ്ട്. ഞാനൊരു അനുഭവം പറയുകയാണ്. ഈ അനുഭവം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ അനുഭവം ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിലേക്കൊന്ന് കയറി അവരൊന്ന് വിടുവിക്കപ്പെടുന്നെങ്കിൽ അവരൊന്ന് വിടുവിക്കപ്പെടട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ ചർച്ചിൽ ഞാൻ സഹോദര തുല്യം സ്നേഹിക്കുന്ന ഒരു സഹോദരനുണ്ട്. അപ്പം അദ്ദേഹത്തിന് 35 കഴിഞ്ഞു, 36 കഴിഞ്ഞു, പ്രായം മുമ്പോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് കല്യാണം നടക്കുന്നില്ല. സത്യത്തിൽ അദ്ദേഹം ഇവിടുത്തെ അംഗമായിരുന്നില്ല. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആരാധനയൊക്കെ കണ്ട് താല്പര്യപ്പെട്ട് അദ്ദേഹവും കുടുംബവും ഇവിടെ വരാനായിട്ട് തുടങ്ങി. പക്ഷേ തനിക്ക് ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പറ്റിയൊരു തുണയെ കിട്ടുന്നില്ല. തടസ്സങ്ങളാണ്, ഭയങ്കര തടസ്സം. പക്ഷേ അനേക ദൈവദാസന്മാർ പ്രാർത്ഥിച്ചിട്ട് ദൈവാലോചന അദ്ദേഹത്തോട് പറഞ്ഞു, നിൻ്റെ വിവാഹം നടക്കും. പക്ഷേ ഇത് നടക്കുന്നില്ല. അവസാനം ഉറക്കം ഇല്ലാതെയായി, സങ്കടമായി, പ്രായം മുമ്പോട്ട് പോകുന്നു. 35, 36, 37 മുമ്പോട്ട് പോവാം. പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ വീടുകളിൽ ചെല്ലുമ്പം, അവിടെ ഭവന സന്ദർശനത്തിന് ചെല്ലുമ്പം പ്രാർത്ഥിക്കും, ദൈവമക്കളൊക്കെ പ്രാർത്ഥിക്കുന്നു. പക്ഷേ കാര്യം നടക്കുന്നില്ല. അദ്ദേഹം പിന്നെ ഒരു ആത്മീക വെളിപ്പാടുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ ദൈവ സ്വപ്നങ്ങൾ കാണിച്ചു. ഈ തടസ്സങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിൽ മൃഗങ്ങൾ ആക്രമിക്കാൻ വരുന്നു, പലതരത്തിലുള്ള തടസ്സം മാറുന്നില്ല. അവസാനം ഈ വിഷയത്തിൽ മറുപടി ഉണ്ടായത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഞങ്ങൾ ഒടുവിൽ തീരുമാനിച്ചു, പറ്റുന്നതുപോലെ സഭയുടെ ഉപവാസ പ്രാർത്ഥനകൾ ആ വീട്ടിൽ വെക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ചിലർ ചിന്തിക്കും, ഉപവാസം എന്ന് പറയുന്നത് കല്യാണം നടക്കാനാണോ എന്നൊക്കെ. ഞാൻ നിങ്ങളോട് തർക്കിക്കാൻ വരുന്നില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, കല്യാണം നടക്കാതെ ഇരുന്നിടത്ത് വീടുകളിൽ പ്രാർത്ഥനകൾ ക്രമീകരിച്ച് ദൈവമക്കൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പം ആ വിഷയത്തിന് മറുപടി ഉണ്ടായി. അപ്പം ഞാനതിൻ്റെ തിയോളജിക്കൽ സൈഡിലേക്കൊന്നും പോകുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ 1-2 പേര് വിവാഹം നടക്കുന്നില്ല, വയസ്സ് മുമ്പോട്ട് പോവുക, ഒത്തിരി 38, 39 കഴിഞ്ഞ് നടക്കുന്നില്ല. അപ്പം ഞാൻ എവിടെയാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? അപ്പം
പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം പോരാ, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു ഉപവാസ പ്രാർത്ഥന വെക്കുക ഈ ഒരു വിഷയത്തിലല്ല നിങ്ങൾ വെക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ്, ഞങ്ങളുടെ ചർച്ചിൽ വിവാഹ കാര്യങ്ങൾക്കോ അല്ലെ ഭൗതികമായ കാര്യങ്ങൾക്കോ ഉപവസിക്കത്തില്ല. അവരോട് എന്ത് പറയാനായിട്ടാണ്? പക്ഷെ ഞാൻ കണ്ട് പ്രാക്ടീസ് ചെയ്ത് അനുഭവിച്ചത്, എൻ്റെ സഹോദരൻ്റെ വിവാഹമാണ് അടുത്ത ദിവസങ്ങളിൽ. ആ വിവാഹത്തിൻ്റെ തടസ്സം മാറിയതും ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലാണ്. അപ്പം കല്യാണം നടക്കാനായിട്ടല്ല ഈ ഉപവാസം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു ചെറുക്കനും പെണ്ണും കല്യാണം കഴിക്കുന്നതിനായിട്ടല്ല ഉപവാസം. പക്ഷെ ഒരു കുടുംബം സംജാതമാകുമ്പോൾ അവിടെ ദൈവഹിതപ്രകാരമാണ് അത് യോജിക്കുന്നതെങ്കിൽ ശരിക്കും ദൈവരാജ്യത്തിൻ്റെ അകത്ത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ആഴമായ മർമ്മമാണ്. കാരണം ആ കുടുംബം നാളുകളിൽ ദൈവത്തിൻ്റെ സാക്ഷികളാകുകയാണ്. അവർ കർത്താവിനെ പ്രസൻറ്റ് ചെയ്യുന്നവരായി മാറുകയാണ്. കർത്താവ് വരുവാൻ താമസിച്ചാൽ അവിടെ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളായി മാറുകയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ചെറുക്കനും പെണ്ണും പാടത്തോ വയലിലോ വരമ്പിലോ ക്രിക്കറ്റ് ഗ്രൗണ്ടിലോ ക്ലബിലോ കണ്ടുമുട്ടി കല്യാണം കഴിക്കുന്നത് പോലെയല്ല ഒരു ദൈവരാജ്യത്തിലെ വിവാഹം എന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം അതിനെ വിലമതിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ തടസ്സങ്ങൾ നിലനിൽക്കുന്നത്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി, ഉപവസിക്കാനായിട്ട് തുടങ്ങി. ഉപവസിച്ച് യഥാർത്ഥമായ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവം ആ ബന്ധനത്തെ അറുത്ത് കളഞ്ഞു. കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥനയായി. അപ്പം ശരിക്കും ഒരു ദൈവസഭയുടെ പ്രാർത്ഥന, അഭിഷേകമുള്ള ദൈവകൃപയുള്ള ദൈവമക്കൾ ഒന്നിച്ച് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ, ഒന്നല്ല 2-3 തവണകൾ പ്രാർത്ഥനകൾ നടത്തിയപ്പോൾ തൻ്റെ വിവാഹത്തിൻ്റെ സംബന്ധമായ കാര്യങ്ങളിൽ ദൈവം അരുളപ്പാടുകൾ തരാൻ തുടങ്ങി. ഈ 4-5 മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ വിവാഹം നടന്നു. ആ വിവാഹ ശുശ്രൂഷ നടത്താൻ ദൈവം എനിക്കും ഭാഗ്യം തന്നു. അപ്പം ഇന്ന് അവർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സന്തുഷ്ടരായി ജീവിക്കുകയാണ്. കണ്ടോ? അപ്പം തടസ്സമുണ്ടോ? തീർച്ചയായിട്ടും തടസ്സമുണ്ട്. പൈശാചികമായ തടസ്സങ്ങളുണ്ട്. അപ്പം ഈ തടസ്സങ്ങൾ മാറണമെങ്കിൽ ആത്മീയ ആരാധന ഉയരണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണം. അടുത്തത്, വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും തടസ്സമുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് അനുഭവങ്ങളാണ്. താല്പര്യമുള്ളവർ കേൾക്കുക, നിർബന്ധമൊന്നുമില്ല. ദൈവം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇതൊക്കെ കേൾക്കട്ടെ. എൻ്റെ സഹോദരൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാളുകളായിട്ട് ഞങ്ങളിങ്ങനെ പല ആലോചനകളിലായിരുന്നു. ഒന്നും അങ്ങോട്ട് ഒത്തുവരുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഒരു ആലോചന അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അവസാനം നിരാശയിലായി, ഭാരത്തിലായി. അതായത് മാനുഷികമായിട്ടുള്ള നിലയിൽ സമയം മുമ്പോട്ട് പോകുന്നത് പോലെ തോന്നി. അങ്ങനെയൊക്കെ തോന്നി. അങ്ങനെ ഇരിക്കെയാണ് ശരിക്കും ദൈവം ചില ആലോചനകൾ തന്നതിൻ്റെ വെളിച്ചത്തിൽ, അതായത് ദൈവം ഒരു ആലോചന തന്നു, വീട് ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു ആലോചന ദൈവം തന്നു, വീട് ഒരുങ്ങിയിട്ടില്ല. അപ്പം വീടിനി എന്താ ഒരുങ്ങാൻ? ശരിക്കും ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരുക്കമാണ്. അങ്ങനെ ഞങ്ങളുടെ മാതൃ ഒരു ചർച്ചിൻ്റെ ദൈവദാസന്മാരെ എല്ലാം വിളിച്ച് 3 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തി. മാതാപിതാക്കന്മാർ 2 പേരും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, ഏൽപ്പിച്ചു കൊടുത്തു. ദൈവസന്നിധിയിൽ കരഞ്ഞു, പ്രാർത്ഥിച്ചു. ദൈവമക്കൾ, ദൈവദാസന്മാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ ഉപവാസത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു പ്രപ്പോസൽ വന്നു. ആ പ്രപ്പോസലിനെ ദൈവം ഉറപ്പിച്ചു. ആ പെൺകുട്ടിയോട് ദൈവം ചില അടയാളങ്ങൾ കൊടുത്തു. ഞങ്ങളോട് ദൈവം സംസാരിച്ചു. വളരെ പെട്ടെന്ന് കാര്യങ്ങളെ സ്വർഗത്തിലെ ദൈവം ക്രമീകരിച്ചു. ഈ 13-ാം തീയതി വിവാഹമാണ്. അപ്പം ഞാൻ പറഞ്ഞത് തടസ്സമുണ്ടോ? തടസ്സമുണ്ട്. പക്ഷേ ഈ തടസ്സങ്ങളെ മാറണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുകയും ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ അകത്തേക്ക് നമ്മൾ അടുത്ത് വരികയും ചെയ്യുക എന്നുള്ളതാണ്. ഇനിയും പ്രാർത്ഥിച്ചൊരു വിടുതൽ കിട്ടിയാൽ പിന്നീട് തടസ്സം ഉണ്ടാകുമോ? അതും ഉണ്ടാകും. അതും പറയാം. അനുഭവങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 13-ാം തീയതി കല്യാണം നടക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു വീട്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അദ്ദേഹം ആ വീട്ടിലെ ഗൃഹനാഥൻ, അദ്ദേഹം പാസ്റ്ററൊന്നുമല്ല കേട്ടോ. പക്ഷേ അദ്ദേഹം ഒരു ഗവൺമെൻറ് ഒരു ഓഫീസറാണ്, റിട്ടയർഡാണ്. പക്ഷേ ഒരു ആത്മനിറവുള്ള, പേര് പറയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ പേര് പറയുമ്പോൾ അവരൊക്കെ ഈ മെസ്സേജ് കേൾക്കുന്നവരാണ്. അപ്പം ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാകണ്ട എന്ന് വെച്ചിട്ടാണ്, കോൺഫിഡൻഷ്യലായിട്ടിരിക്കട്ടെ. അദ്ദേഹം എൻ്റെ പിതാവിനെ കണ്ടിട്ടില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവദാസനെ, പപ്പായ്ക്കൊരു പ്രയാസമുണ്ടായി, കല്യാണം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, നീട്ടിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് ദൈവമാലോചന പറയുന്നു. എൻ്റെ പപ്പായ്ക്ക് 68 വയസ്സോളം ഉണ്ട്, പ്രായമുണ്ട്, വികലാംഗനാണ്,
1.5 വയസ്സിൽ പോളിയോ വന്ന് കാല് തളർന്നു പോയ ഒരാളാണ്. രണ്ടാമത്തേത് ഞങ്ങളൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാണ് വളർത്തി. ഒത്തിരി ശാരീരിക പ്രശ്നങ്ങൾ തനിക്കുണ്ടെങ്കിലും ദൈവം ഒത്തിരി വിടുതൽ തന്നു. പക്ഷേ ഇദ്ദേഹം ഈ ദൈവാലോചന പറയുമ്പോൾ എൻ്റെ പപ്പായ്ക്ക് കാല് വയ്യ എന്നുള്ളതല്ലാതെ ഫിസിക്കലി അദ്ദേഹം ഫിറ്റാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊളസ്ട്രോള്, ഷുഗർ എല്ലാം നോർമലാണ്, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ സാധാരണഗതിയിൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾ ചർച്ചിനോട് ചേർന്നാണ് താമസിക്കുന്നത്, പപ്പായും മമ്മിയും വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ തന്നെത്താൻ അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു, ഇടയ്ക്ക് ഞങ്ങളും പോകുന്നു, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഞാനും പ്രയർ മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ടിരിക്കുമ്പോൾ ഒരു 4:45 സമയത്ത് മമ്മി പെട്ടെന്ന് എന്നെ വിളിച്ചു, പപ്പായ്ക്ക് വയ്യ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പപ്പായുടെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് വീക്കായി, പപ്പ ഒരു വാഴ വെട്ടിയിട്ടതുപോലെ കട്ടിലിലേക്ക് വീണ് കിടന്ന് പൊളയുകയാണ്. പപ്പ അസാധാരണമായ ധൈര്യമുള്ളൊരു മനുഷ്യനാണ്. സാധാരണയൊന്നും അങ്ങനെ വീഴത്തില്ല. വടിയേലാണ് നടക്കുന്നതെങ്കിൽ പോലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പപ്പായ്ക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഞാനും വൈഫും വന്നു, സഹോദരനില്ല, മറ്റാരുമില്ല. തലയെ കൈവച്ചു, കുറേ നേരം പ്രാർത്ഥിച്ചു, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആശ്വാസം ഉണ്ടായി. ഞാൻ വെളിയിലേക്ക് പോയി തിരിച്ചു വന്നു, വീണ്ടും സെയിം സംഭവമായി. മുണ്ട് പോലും ഉടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എൻ്റെ പിതാവ് മാറ്റപ്പെട്ടു. തടസ്സമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ സമയത്ത് ആരെയാണ് വിളിക്കുന്നത്? പക്ഷേ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ദൈവം ഇടപെടുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു 3-4 ദിവസം മുമ്പ് ദൈവം എന്നെ ഒരു സ്വപ്നം കാണിച്ചു. ഞാനിങ്ങനെ ഒരു മലമുകളിലേക്ക് നടന്നു പോയി, ഒരു മലയുടെ മുകളിലേക്ക് നടന്നുപോയി. ഞാൻ തൊട്ടപ്പുറത്തേക്ക് എൻ്റെ കാലെടുത്ത് വെച്ചു. പക്ഷെ 100-300 അടി താഴ്ചയുള്ള ഒരു വലിയ കുഴിയിലേക്ക് ഞാൻ പോവുകയാണ്. ഞാൻ താഴോട്ട് പോകുമ്പോൾ ഈ കുഴിയുടെ താഴെ ഒരു പാറമടയാണ്, നിറച്ച് വെള്ളമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ സ്വപ്നത്തിൽ കാണുകയാണ്, ഞാൻ ഈ വെള്ളത്തിലേക്ക് പോകുന്നു, ഞാൻ ഇപ്പോൾ ആ വെള്ളത്തിലേക്ക് വീഴും. പക്ഷേ എനിക്കൊരു ധൈര്യമുണ്ട്, കാരണം ഞാൻ നീന്തൽ അറിയാവുന്ന ആളും നീന്തൽ പഠിപ്പിക്കുന്ന ആളും. അപ്പോൾ വെള്ളം എനിക്കൊരു പ്രശ്നമല്ല. വെള്ളമായതുകൊണ്ട് ഞാനൊന്ന് ധൈര്യപ്പെട്ടു, വെള്ളം ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഈ വെള്ളത്തിലേക്ക് ഞാൻ പതിക്കുന്നതിന് ഏതാനും മീറ്ററുകൾ മുകളിൽ വെച്ച് എനിക്ക് 2 ചിറകുകൾ മുളച്ചതുപോലെ ഞാൻ ആ സ്വപ്നത്തിൽ കാണുകയാണ്. കണ്ടിട്ട് ഞാൻ ഒരു കുഴപ്പവുമില്ലാതെ നേരെ പോയി ഞാൻ കരയിലേക്ക് കയറും. അത് കണ്ടു എഴുന്നേറ്റു. ഞാൻ ആൻസിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം കണ്ടു, നമുക്ക് പ്രാർത്ഥിക്കണം, എന്തോ ഒരു പ്രതിസന്ധി വരുന്നുണ്ട്, പക്ഷേ ദൈവം നമ്മളെ അതിൽ നിന്ന് വിടുവിക്കും. ഞങ്ങൾ ആ വിഷയം വെച്ചു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. സത്യത്തിൽ പപ്പായുടെ കൈ തളർന്നു പോയ സമയത്ത് ഇതേ അവസ്ഥയാണ്. വലിയ കുഴിയിലേക്ക് പോകുന്നത്, എന്ത് ചെയ്യാൻ പറ്റും? ആരെയും വിളിക്കല്ല. എൻ്റെ 2 കൈകൾ കൊണ്ട് ഞാൻ എൻ്റെ പിതാവിനെ കോരിയെടുത്ത് എൻ്റെ വണ്ടിയിലിട്ടു. പ്രാർത്ഥിക്കാനുള്ളവരോടെല്ലാം വൈഫ് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരും വരണ്ട എന്ന് പറഞ്ഞു. പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ പപ്പ എന്നോട് പറഞ്ഞു, എൻ്റെ കൈ തളർന്നടാ, എനിക്ക് പറ്റത്തില്ല, എൻ്റെ കൈ പോയി എന്ന് പറഞ്ഞു. ശക്തമായി ഞങ്ങൾ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് ആത്മനിറവിൽ ആ വണ്ടിയിലിരുന്ന് ദൈവത്തിന് സ്തോത്രം, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ആശുപത്രിയിലേക്ക് ചെന്ന് അവിടെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി കിടത്തിയ സമയമായപ്പോഴത്തേക്ക് പപ്പയുടെ കൈ സൗഖ്യമായി. ഡോക്ടർ വന്നു, ചോദിച്ചു എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ECG എടുത്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എല്ലാം നോർമൽ, ഒരു കുഴപ്പമില്ല. അന്നേരം ഒന്നും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. പ്രിയപ്പെട്ടവരെ, അവരവിടെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അഡ്മിറ്റ് ആകത്തില്ല, കല്യാണ സമയ തിരക്കാണെന്ന് പറഞ്ഞു. തിരിച്ച് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം അവിടെ കിടത്തി. പ്രിയപ്പെട്ടവരൊക്കെ വന്നു, തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വിശ്രമിച്ചു. അപ്പം അറിയാവുന്നവരെല്ലാം പറഞ്ഞൊരു കാര്യം ചെയ്യുക, സ്ട്രോക്കാണ്. ഡോക്ടേഴ്സും സംശയം പറഞ്ഞു, സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ട്, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, MRI ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് പറയുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ തിരുവല്ല അവിടെ കൊണ്ടുപോയി അവർ MRI എടുത്തു. MRI നോർമൽ, സോഡിയം പൊട്ടാസ്യം നോക്കി, എല്ലാം നോർമൽ, ബ്ലഡ് ടെസ്റ്റ് നോക്കി, എല്ലാം നോർമൽ, ഒന്നിലും ഒരു കുഴപ്പമില്ല. ഈ വന്നത് എന്താണെന്ന് അവർക്കറിയത്തില്ല. ഫിറ്റ്സ് ആണോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഫിറ്റ്സിൻ്റെ ഒരു ഹിസ്റ്ററി പപ്പായ്ക്കില്ല. അപ്പോൾ എന്താണത്? അതൊരു തടസ്സമായിരുന്നു. എന്ത് തടസ്സം? ഇത് നടക്കാതെ പോകാനുള്ള തടസ്സം. ചില സമയങ്ങളിൽ നമ്മളെ മാനസികമായും ശാരീരികമായും ഒക്കെ ഇട്ട് വട്ടം കറക്കുക എന്ന് പറയത്തില്ലേ, ഇത് തന്നെയാണ് സംഭവം. പ്രിയപ്പെട്ടവരെ, തടസ്സം ഉണ്ടോയെന്ന് പറയാനാണ് ഞാനിത് വന്നത്. സംഭവിച്ച കാര്യമൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്നൊരു കുഴപ്പമില്ല, ദൈവകൃപയാൽ ആശ്വാസത്തോടെ ഇരിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. പക്ഷെ ദൈവം ചെയ്തൊരു പ്രവൃത്തിയുണ്ടോ? ആ വിവാഹ ദിവസങ്ങളിൽ ഇത് സംഭവിച്ചിരുന്ന എന്ത് ചെയ്തതിനായിരുന്നു? ദൈവം ഒന്നും ദോഷത്തിനല്ല, ദൈവമെല്ലാം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്.
അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, തടസ്സമുണ്ടോ എന്ന് ചോദിച്ചാൽ തടസ്സമുണ്ട്. പല തരത്തിലുള്ള തടസ്സമുണ്ട്. ഈ തടസ്സത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കാനായിട്ട് പറ്റും? ഒന്ന്, പ്രാർത്ഥന. തികഞ്ഞ ദൈവാശ്രയത്തോടെ മുമ്പോട്ട് പോവുക, ആഴമായ ദൈവിക വിശുദ്ധിയിൽ മുമ്പോട്ട് പോവുക, ഗൗരവമായ ഒരാത്മീയ ജീവിതം നയിക്കുക. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ്. അപ്പം ഇതാണ് പൈശാചികമായ തടസ്സങ്ങളെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രിയപ്പെട്ടവർക്കും ഞാൻ മനസ്സിലാക്കുകയാണ് സമാനമായ അനുഭവങ്ങളിൽ കടന്നു പോയിട്ടുണ്ടാകാം. അപ്പം പ്രാർത്ഥിക്കുക. വെറുതെയുള്ളൊരു പ്രാർത്ഥനയല്ല. ചിലപ്പം ഒരു ദൈവദാസന്മാരുടെ നിങ്ങളുടെ തലയെ കൈവച്ചതുകൊണ്ടോ ഒരിടത്ത് പ്രാർത്ഥനയ്ക്ക് പോയതുകൊണ്ടോ ഒന്നും ഈ മേഖല ക്രമീകരിക്കപ്പെടത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തണം. വചനത്തെ അനുസരിക്കുക. ആ ഒരു പൈശാചിക ബന്ധനങ്ങളെ നീക്കാൻ തക്കവണ്ണമുള്ള ആത്മശക്തി നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടുക. തീവ്രമായ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ എത്തുക. ദൈവത്തിന് സ്തോത്രം. ആ പൈശാചിക കെട്ടുകളെ പൊട്ടിക്കാനായിട്ടുള്ള ആത്മശക്തിയാൽ നമ്മൾ നിറയപ്പെടുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വാഗ്ദത്തം കേട്ടതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. അങ്ങനെ കേട്ടിട്ട് ഇരിക്കുന്ന ഒത്തിരി ആൾക്കാർ, ഞാനതിലൊന്നും പറയുന്നില്ല. കാരണം എന്തിനാണ് മറ്റുള്ളവർക്കൊരു സങ്കടത്തിലേക്ക് ഞാൻ പോകുന്നത്? കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് യഥാർത്ഥമായ ഇതിൻ്റെ കാരണത്തെ തിരിച്ചറിഞ്ഞ് ഈ കെട്ടുകളെ നമ്മൾ പൊട്ടിച്ചെറിയുക എന്നുള്ളതാണ്. എൻ്റെ വിവാഹത്തിനും തടസ്സങ്ങളുണ്ടായിരുന്നു. അത് 2013 പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിൻ്റെ കുടുംബജീവിതത്തിന് തടസ്സമുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു കല്യാണത്തിന് വേണ്ടി ഞാൻ ഏറ്റവും അധികം കരഞ്ഞൊരു വർഷം 2013 നിരന്തരമായി. ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സഭാ ഹാളിൽ എത്രയോ രാത്രികളിൽ ജീവിതത്തിൽ മറ്റൊരു വഴിയുമില്ലാതെ, അതായത് ഒരു നല്ല വീട് അന്ന് ഞങ്ങൾക്കായിട്ടില്ല, എന്തിനാ പറയുന്നത്, ഒരു വിവാഹത്തിന് വേണ്ടി ഒരു കുടുംബത്തിനുണ്ടാകേണ്ടുന്ന പ്രാഥമികമായ സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഒത്തിരി സങ്കടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അനേക രാത്രികൾ ദൈവസന്നിധിയിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അപ്പൻ സ്വർഗത്തിലെ അപ്പനാണ്, എൻ്റെ പിതാവ് അവിടുന്നാണ്, അവിടുന്ന് എൻ്റെ പിതാവായിരിക്കണം എന്ന് പറഞ്ഞ് ആ വചനമൊക്കെ ഉരുവിട്ടുകൊണ്ട് ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ പ്രാർത്ഥനാ കുറവുകളും എൻ്റെ ബലഹീനതകളും ഒക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കരഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, 2013 8-ാമത്തെ 9-ാമത്തെ ഒരു മാസത്തിലാണെന്ന് തോന്നുന്നു, ഒരു രാത്രിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് ഇടപെട്ടു. അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു കുടുംബസ്ഥനായിരിക്കും, നിനക്ക് കുടുംബം മാത്രമല്ല, നിനക്ക് ഞാൻ തലമുറകളിൽ നൽകിത്തരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ആ പറഞ്ഞതൊക്കെ ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുകയാണ്. ദൈവം എത്ര വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ എത്രയോ മാറാത്തതാണ്. നിങ്ങൾ ദൈവശബ്ദം കേൾക്കുക, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ സ്വീകരിക്കുക, ദൈവത്തോട് കൂടെ നടക്കുക, ഈ തടസ്സങ്ങളെ പൊട്ടിച്ചെറിയുക. ശിംശോനെയൊക്കെ കെട്ടിയിരുന്ന കെട്ടുകൾ ചണനൂൽ പോലെയായത് ആത്മശക്തി ശിംശോൻ്റെ മേൽ വ്യാപരിച്ചപ്പോഴാണ്. ഇതാണ് ഒന്നാമത്തെ പൈശാചികമായ തടസ്സം. രണ്ടാമത്തെ തടസ്സം എന്ന് പറയുന്നത് മാനുഷികമായ തടസ്സങ്ങളാണ്. എന്താ ഈ മാനുഷികമായ തടസ്സം? ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ വെച്ച കല്ല് ഉരുട്ടി വെച്ചവന്മാരോട് പറഞ്ഞതുപോലെ നമ്മളൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് തടസ്സങ്ങളുണ്ട്. അതെന്താ? നമ്മുടെ ഇഷ്ടം, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ. ഞാൻ കല്യാണം കഴിക്കുന്ന ഇത് ഒരു ഫാമിലി വ്ലോഗ് പോലെയല്ല കേട്ടോ, ദൈവാത്മാവ് പ്രേരണ വരുന്നതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന സമയങ്ങൾക്ക് മുമ്പ് എനിക്ക് ഈ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരാളെ എനിക്ക് കല്യാണം കഴിക്കുന്നതിനോട് തീരെ താല്പര്യമില്ലാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിച്ച ഒരാളായതുകൊണ്ട് അന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറയുമായിരുന്നു, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പറയുമായിരുന്നു, പല സീനിയേഴ്സ് പറയുമായിരുന്നു, എടാ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു കൊച്ചിനെ നമ്മൾ കല്യാണം കഴിച്ചുള്ള നമ്മൾ പ്രസംഗിക്കുമ്പോൾ അവർ ഇവാലുവേഷൻ നടത്തും ബാക്കിയിരുന്ന്. ആ പോയിന്റ് പറഞ്ഞില്ല, ഈ പോയിന്റ് പറഞ്ഞില്ല, അത് അങ്ങനല്ലായിരുന്നു. കാരണം അവരും ഒരു തിയോളജിക്കൽ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് വരുന്നവരല്ലേ, അവർക്കും ഈ ഹോമിലറ്റിക്സും ഹെർമെന്യൂട്ടിക്സും ഈ വ്യാഖ്യാന ശാസ്ത്രവും പ്രസംഗശാസ്ത്രവും ഒക്കെ അവരും പഠിച്ചവരാണ്. അപ്പം അതങ്ങനല്ലായിരുന്നു. ആ വാക്യത്തിന് എക്സജസിസ് പോരായിരുന്നു, അല്ലെങ്കിൽ എക്സജറ്റിക്കൽ സെറിമണല്ലായിരുന്നു, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് എനിക്ക് ബൈബിൾ കോളേജിൽ പഠിച്ച ഒരാളെ വേണ്ട എന്നൊരു തീരുമാനത്തിൽ. പക്ഷെ ഞാൻ കല്യാണം കഴിച്ച ബൈബിൾ കോളേജിൽ പഠിച്ച ഒരാളെ, അതെങ്ങനെ സംഭവിച്ചു എന്നല്ലേ പറയാം, അതൊക്കെ ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. അപ്പം അതാ ഞാൻ പറഞ്ഞ, ഈ നമ്മൾ ഒരുക്കപ്പെടണം. ദൈവം നമ്മുടെ മുമ്പിൽ ദൈവഹിതപ്രകാരമുള്ളതിനെ കൊണ്ടുവന്ന് നിർത്തുമ്പം
നമ്മളതിനെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ എങ്ങനെ നടക്കും? അപ്പം നമ്മുടെ മുൻവിധികൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, ഇതൊക്കെയാണ്. ചിലർക്ക് സൗന്ദര്യം മാത്രമാണ് അവർ നോക്കുന്നത്, ചിലർക്ക് പണം മാത്രമാണ് നോക്കുന്നത്, ചിലർ വിദേശ രാജ്യങ്ങളിൽ മാത്രം പോകാനായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ, ഞാനതൊന്നും പറയുന്നില്ല. വിസ്താര ഭയത്താൽ എൻ്റെ സഹോദരനുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടും ഒക്കെ പല കാര്യങ്ങളിൽ ഈ കല്യാണത്തിൽ ഇടപെട്ടതുകൊണ്ട് ഞാൻ പറയാം, വിളിക്കുന്നവർ പലരും മാതാപിതാക്കൾക്ക് എത്ര വയസ്സുണ്ടെന്നാണ് ചോദിക്കുന്നത്. അതായത് പണ്ടത്തെ ചിന്താഗതികളെല്ലാം മാറി. ഇതൊക്കെ എന്തോന്നിൽ പോയി അവസാനിക്കും? ഭൂമിയിലെ മാതാപിതാക്കന്മാരെ നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ അവരെ കരുതുക, അവർക്ക് വേണ്ടുന്നത് ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? അതൊക്കെ ചെയ്തവരുടെ തലമുറകളെ ദൈവം പിന്നെ അനുഗ്രഹിക്കുക. പ്രാർത്ഥന മാത്രം പോരാ, നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാനുഷികമായ നിലയിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. അപ്പം ഇന്ന് മുൻഗണനകൾ പലതാണ്. സർക്കാർ ജോലിക്കാരനെ വേണം, വിദേശത്ത് പോകുന്നതായിരിക്കണം, പിന്നെ മുടി പിന്നെ ഇത്രയും വരെയുള്ളതായിരിക്കണം. ഞാനതിനൊന്നും എതിരല്ല. ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു. പക്ഷേ ആഗ്രഹങ്ങൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ അഭിലാഷം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന കുടുംബത്തിലേത് വേണം, ഇന്ന സാമ്പത്തിക സ്ഥിതിയുള്ളത് വേണം. അത് ആൾക്കാരുടെ ഇഷ്ടമല്ലേ? നമ്മൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറയുന്ന കേട്ടാൽ തന്നെ കല്ലെറിയും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇതെല്ലാം ദൈവത്തോട് എല്ലാം പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടെ പറയുക. കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കണം. ഈ കണ്ണുകൾ കൊണ്ട് കണ്ട് പോകുന്നത് പോലെയുള്ള ഒരു ജീവിതം തുടങ്ങുമ്പോൾ എനിക്കറിയാം ഒത്തിരി കുടുംബസ്ഥർ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് ജീവിതകാലം മുഴുവനും തുടരുന്നൊരു ബന്ധമാണ്. സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് വെറും മായയാണ്. ഈ നാട്ടുകാരെ കാണിക്കാനല്ല കല്യാണം കഴിക്കേണ്ടത്. പണ്ടൊരാൾ എന്നോട് തന്നെ മോന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കണം, പിന്നെ നാട്ടുകാരൊക്കെ അല്ലെ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഒന്ന് നോക്കണം, അങ്ങനെ ഒരു കൊച്ചിനെ ഞാൻ കിട്ടാൻ പ്രാർത്ഥിക്കണം. അപ്പം ഈ നാട്ടുകാരെ കാണിക്കാനാണ് ചിലർ കല്യാണം കഴിക്കുന്നത്. ഓക്കെ, ഓരോരുത്തരുടെ ചിന്താഗതികളല്ലേ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും മേൽത്തരമായിരിക്കും. ഞാൻ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ ഞാൻ പറയാം, ഞാനത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. ദൈവം തരുന്നത് ഏറ്റവും മേൽത്തരമായിരിക്കും. അത് കുടുംബത്തിനൊരു അനുഗ്രഹമായിരിക്കും, നമുക്കൊരു അനുഗ്രഹമായിരിക്കും. നമ്മുടെ വേദനയിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മളെ താങ്ങുന്നതായിരിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. വീട്ടിൽ സമാധാനം ഉണ്ടാകും, അത് ഉറപ്പ് പറയാം. വീട്ടിൽ സമാധാനം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആലോചനകൾ പറയുന്നത് കേട്ടിട്ട് മാത്രമല്ല, നമുക്ക് ഒരു കൺഫർമേഷൻ ഉണ്ടാകണം ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത്. ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. വിവാഹ ജീവിതത്തിൽ പങ്കാളിയെ ദൈവഹിതപ്രകാരം എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നുള്ള ഒരു വീഡിയോ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള കാരണം തന്നെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക. അബ്രഹാം തൻ്റെ ദാസനായ ഏലയാസറിനെ പറഞ്ഞ് ഏലയാസർ റിബേക്കയുമായിട്ട് വരുമ്പോൾ ഇസഹാക്ക് വെളിമ്പുറത്ത് ധ്യാനിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതായത് അപ്പം പ്രാർത്ഥിക്കുന്നവരാണ്, ദാസം പ്രാർത്ഥിക്കുന്നവരാണ്, മകൻ പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ആ ഒരു ഒരുക്കത്തിലേക്ക് വരുമ്പോൾ, പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിലുള്ള സകല തടസ്സങ്ങളെയും നീക്കി നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ ദൈവജന ശുശ്രൂഷ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല് ദൈവമേ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായിട്ടുള്ള തടസ്സങ്ങളെ ദൈവം നീക്കി എല്ലാറ്റിലും ദൈവനാമം മഹിമപ്പെടണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.